ഹലോ എവരിവൺ. സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എപ്പോഴത്തെയും പോലെ ചാർട്ട് എടുത്തിട്ട് ഓരോന്ന് പഠിക്കുന്ന ഒരു സംഭവമല്ല. ഇതില് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. അതില് ഡീറ്റെയിൽ ആയിട്ട് ഒരു മൂന്നാല് കാര്യങ്ങളുണ്ട്. അപ്പോൾ മൂന്നാല് കാര്യങ്ങളെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് നോക്കിപ്പോവും. നമ്മള് ടെക്നിക്കൽ സൈഡ് നമ്മൾ ഒരു അത്യാവശ്യം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ടെക്നിക്കലി കുറച്ച് കാര്യങ്ങൾ കൂടി എടുക്കാനുണ്ട്. ഒരു ഒന്ന് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചല്ലോ. അപ്പൊ ഇതിന്ന് നമ്മൾ ഇനി പ്രാക്ടിക്കലായിട്ട് ട്രേഡ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ തുടങ്ങുന്നതിന് മുൻപ് പ്രാക്ടിക്കലി നമ്മൾ ഒരു പൈസ വെച്ചിട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഘടകങ്ങളുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രേഡിംഗ് സൈക്കോളജി ഉണ്ട്, റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്, സ്കെയിലിംഗ് ആപ്പ് ഉണ്ട്. അപ്പൊ ഇതില് സ്കെയിലിംഗ് ആപ്പ് നമുക്ക് തനിച്ചൊന്ന് മാറ്റി വയ്ക്കാം. അത് ചെറിയൊരു കാര്യങ്ങളെ അതിൽ പറയാനുള്ളൂ. അതായത് നമ്മൾ എങ്ങനെ നമ്മുടെ ക്യാപിറ്റൽ ട്രേഡിങ്ങിന് വേണ്ടി കൂടുതൽ ക്യാപിറ്റൽ അതിലേക്ക് ഡിപ്ലോയ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ആ സ്കെയിലിംഗ് ആപ്പിൽ വരുന്നത്. അപ്പൊ സ്കെയിലിംഗ് ആപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ബാക്കി റിസ്ക് മാനേജ്മെന്റ്, ട്രേഡിംഗ് സൈക്കോളജി, ഈ രണ്ട് പോയിന്റുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവാൻ ഒരു ജന്മത്തും സാധിക്കില്ല. നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ അല്ല. അതായത് നമ്മൾ റിസ്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ, ആ റിസ്ക് പ്രോപ്പറായി മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റിസ്ക് ടു റിവാർഡ് റേഷ്യോ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക, പിന്നെ പൊസിഷൻ പ്രോപ്പറായിട്ട് സൈസ് ചെയ്യുക. അപ്പൊ ഇതിനെല്ലാം പറ്റി നമുക്ക് തനിച്ച് തന്നെ ഒരു വീഡിയോയിൽ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇതിന്റെ എല്ലാം ഒരു ഔട്ട്ലൈന് തരണം. അതായത് നമുക്ക് ട്രേഡ് നേരിട്ട് പോയി എടുക്കുന്നതിന് മുൻപ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെക്കണം. അപ്പൊ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ മൈൻഡ് സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇതില് പേടി, ആർത്തി, ടെൻഷൻ, പ്രതീക്ഷ, ഇങ്ങനെയുള്ള ഹോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇനിയും ഇതിൽ പോയിന്റ്സ് ഉണ്ട്, റിവെഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ട്രേഡിംഗ് സൈക്കോളജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനാണ് കൂടുതൽ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഈ ട്രേഡിംഗ് സൈക്കോളജിയും റിസ്ക് മാനേജ്മെന്റും ട്രേഡിങ്ങിൽ നമ്മൾ വിജയിക്കുന്നതിന്റെ ഒരു സാധ്യത എടുക്കുകയാണെങ്കിൽ അതിൽ 90% ഈ ഡിപ്പെൻഡ് ആയിരിക്കുന്നത് ട്രേഡിംഗ് സൈക്കോളജിയും അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റിനെയാണ്. നമ്മുടെ നോളേജിനാണ് ബാക്കി സ്ഥാനമുള്ളത്. നോളേജ് ഉണ്ടെങ്കിലേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ നോളേജ് കിട്ടിയാലും നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കില്ല. ട്രേഡിംഗ് സൈക്കോളജിയും റിസ്ക് മാനേജ്മെന്റും പ്രോപ്പർ ആയിരിക്കണം. ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ട്രേഡിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്, ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഈ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അതായത് നമ്മൾ ബ്രേക്ക് ഔട്ട് ആണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയാലേ ഞാൻ എടുക്കുള്ളൂ, അത് കൺഫർമേഷൻ വന്നാലേ ഞാൻ എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ എടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം മനസ്സിൽ ഉറച്ച് ഒരു തീരുമാനമായിട്ട് എടുത്ത് മനസ്സിൽ സൂക്ഷിക്കുക. ട്രേഡ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് വരുന്ന പേടി, ഇത് ലോസിലേക്ക് പോവോ, ഇത് പ്രോഫിറ്റ് ആവോ, ഇത് വർക്കൗട്ട് ആവോ എന്നുള്ള ഒരു പേടി, ഫിയറിന് അവിടെ സ്ഥാനം പാടില്ല. ട്രേഡ് എടുത്തിട്ട് ഇപ്പോ നമ്മളൊരു ടാർഗറ്റ് വെച്ചു, ആ ടാർഗറ്റിന്റെ അടുത്തെത്തി, അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റായി, സ്റ്റിൽ ഇനിയും കിട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ ആർത്തി വന്നിട്ട്, ആ ഒരു ഗ്രീഡ് വന്നിട്ട് ആ ഒരു ട്രേഡിനെ, അതായത് ഈ ഗ്രീഡ് വന്നിട്ട് ആ ട്രേഡിൽ നമ്മൾ ഇനിയും ലാഭം വേണം എന്ന് പറഞ്ഞ് ഒരിക്കലും പോവാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. പിന്നെ ടെൻഷൻ, അതായത് നമ്മളൊരു ട്രേഡിൽ എൻ്റർ ആയി കഴിയുമ്പോൾ നമുക്ക് എവിടൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയാ ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ മൈൻഡ് ഫ്രീ ആയിട്ട് വയ്ക്കുക. എന്തായാലും ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഈ ഒരു സംഗതി
പ്രോപ്പർ ആക്കി, അതായത് ഫസ്റ്റ് ട്രേഡ് എടുക്കുമ്പോൾ തന്നെ ഇത് കറക്റ്റ് ആക്കാൻ സാധിക്കില്ല. പക്ഷേ ദിവസങ്ങൾ പോകും തോറും, ട്രേഡ് എടുക്കും തോറും ഇതെല്ലാം പ്രോപ്പർ ആക്കി കൊണ്ടുവരണം. നമുക്ക് എന്തൊരു കാര്യം പഠിച്ചെടുക്കാൻ പറ്റും, പക്ഷെ അതിനെ മാസ്റ്റർ ചെയ്യണമെങ്കിൽ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടെക്നിക്കലായാലും ഫണ്ടമെന്റൽ ആയാലും പഠിച്ചെടുക്കാം. പക്ഷെ ഇമോഷൻ, അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ മൈൻഡ് സെറ്റ്, അത് നമ്മൾ ഇപ്പോൾ എന്താ പറയാ പഠിക്കുന്നത് പോലെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. ശരിയാണ്. ഇപ്പൊ ആർക്കെങ്കിലും നോക്കിയിട്ട് സൈക്കോളജി നോക്കി നമുക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മളത് പ്രാക്ടീസ് ചെയ്യണം, അത് പരിശീലിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഒരു പേടി ഉണ്ടല്ലോ, നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഒരു പേടി, നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പേടി പാടില്ല. അതുപോലെ പ്ലാനിലുള്ളതാണ് ടാർഗറ്റ് ഹിറ്റായി എക്സിറ്റ് ആവണമെന്ന്. അത് എക്സിറ്റ് ആവാതെ ഒരിക്കലും ഗ്രീഡി ആവാൻ പാടില്ല. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മൈൻഡ് കൂളാക്കി വെക്കുക. അതിന് നിങ്ങൾക്ക് എന്ത് വഴി വേണേലും നോക്കാം. ഫ്രീ ആയിട്ടിരിക്കുക. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മൈൻഡ് സെറ്റ് ഫ്രീ ആക്കി വെക്കുക. ടെൻഷൻ അടിക്കണ്ട, അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാൻ പാടില്ല. അത് ഇനീഷ്യൽ സ്റ്റേജിൽ എന്തായാലും ഉണ്ടാവും. ഈ ഒരു സൈക്കോളജി പ്രോപ്പർ ആക്കാനാണ് ഒരു ട്രേഡറിന് ഏറ്റവും കൂടുതൽ സമയം ആവശ്യം. പഠിച്ചെടുക്കാനല്ല, സൈക്കോളജി പ്രോപ്പർ ആക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം ആവശ്യം. ചിലർക്ക് അത് കുറച്ച് മാസങ്ങളിൽ റെഡിയാവും, ചിലർക്ക് അതൊരു ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും. പക്ഷെ നമുക്ക് ഇതൊരു വ്യക്തമായിട്ടുള്ള ഒരു വ്യൂ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഈ ട്രേഡിംഗ് സൈക്കോളജി പ്രോപ്പർ ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ അതിന് അത്രയും ഡിസിപ്ലിനോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെയുള്ളതാണ് ഹോപ്പ്, അതായത് പ്രതീക്ഷ. നമ്മൾ ഇപ്പൊ ഒരു പരിധിക്ക് അപ്പുറം നമ്മൾ ലോസ് എടുക്കില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതായത് ലോസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴോട്ട് വരുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റ് എത്തുമ്പോൾ ഞാൻ സെല്ല് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്ക് പോവാതെ എഗെയിൻസ്റ്റ് വരുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റ് സെല്ല് ചെയ്യും. അവിടെ നിന്ന് എന്റെ നഷ്ടം, എനിക്ക് വരുന്ന നഷ്ടം ലിമിറ്റ് ചെയ്ത് വെക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ടാവും. ആ തീരുമാനത്തിന് ഒരിക്കലും പിന്മാറണ്ട. ആ ഹോപ്പ് ഉണ്ടാവാൻ പാടില്ല. അതായത് മാർക്കറ്റ് താഴോട്ട് വന്ന സ്റ്റോപ്പ് ലോസും കഴിഞ്ഞ് പോയി, പക്ഷെ സ്റ്റോപ്പ് ലോസിന് എക്സിറ്റ് ആവാതെ മാർക്കറ്റ് തിരിച്ചു കയറും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. സ്റ്റോപ്പ് ലോസ് എത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എക്സിറ്റ് ആവുക. അതിന് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ട് വെക്കാം. ക്ലിയർ ആയില്ല? അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് താഴോട്ട് ഇറക്കി കൊണ്ടുവരുന്ന പരിപാടി പാടില്ല. ഈ ഹോപ്പ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇങ്ങനെ ഇത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ഇനിയും ഞാൻ പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുള്ള. ഫസ്റ്റ് ഇത്രയും പോയിന്റ്സ് പറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ട്രേഡിംഗ് സൈക്കോളജി നമുക്ക് ഒരു മാസം കൊണ്ട് കറക്റ്റ് ആക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത്രയും ഡിസിപ്ലിനോട് കൂടിയിട്ട് ഈ ട്രേഡിംഗ് സൈക്കോളജിന്റെ ക്ലാസ്സിൽ പറയുന്ന കാര്യം വ്യക്തമായിട്ട് ഒരു മാസമെങ്കിലും കൃത്യമായിട്ട് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ സൈക്കോളജി നിങ്ങൾ മാസ്റ്റർ ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. സൈക്കോളജി അങ്ങനെ നിങ്ങൾ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ സെബിയുടെ കണക്ക് പ്രകാരം 90% ആൾക്കാർ നഷ്ടം വരുത്തുന്നു എന്ന് പറഞ്ഞില്ലേ, അതിലെയും ടോപ്പ് 10 നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആ 10 ഒരു 99% നിങ്ങൾ എത്തി എന്ന് നിങ്ങൾ ഉറപ്പിച്ചോ. പിന്നെ ബാക്കിയുള്ളത് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് പഠിച്ചെടുക്കാം, അത് എളുപ്പമാണ്, പഠിച്ചെടുക്കാൻ പറ്റും. ട്രേഡിംഗ് സൈക്കോളജി അങ്ങനെയല്ല. മനസ്സിലായില്ലേ? അതായത് അറിവുണ്ടായിട്ട് കാര്യമില്ല. സൈക്കോളജി പ്രോപ്പർ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻകം ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കില്ല. വലിയ വലിയ ലോസുകൾ എടുക്കും നമ്മൾ, ചെറിയ ചെറിയ പ്രോഫിറ്റുകളൊക്കെ എടുക്കുള്ളൂ. അതുപോലെ നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടാർഗറ്റ് വരെ എത്തിക്കുക. ടാർഗറ്റ് എത്തണ വരെ വെയിറ്റ് ചെയ്യുക. പേഷ്യൻസ് വേണം, ക്ഷമ വേണം. അപ്പൊ ഇതിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം ട്രേഡിംഗ് സൈക്കോളജിനെ കുറിച്ച്. പിന്നെ വരുന്നതാണ് റിസ്ക് മാനേജ്മെന്റ്. ട്രേഡിംഗ് സൈക്കോളജിക്കും റിസ്ക് മാനേജ്മെന്റിനും ഒരുപോലെ പ്രാധാന്യമുണ്ട് ട്രേഡിങ്ങിൽ. അപ്പൊ ഈ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര റിസ്ക് എടുക്കണം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ റിസ്ക് അപ്പറ്റൈറ്റിനെ സൂചിപ്പിക്കുന്നതാണ് ഈ റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് നമ്മളെ സഹായിക്കുന്നത് പൊസിഷൻ സൈസിങ്ങും അതുപോലെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ആണ്. പൊസിഷൻ സൈസിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസ്കിനനുസരിച്ച് നമുക്ക് എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത് ഈ പൊസിഷൻ സൈസിങ്ങിലാണ്. അതുപോലെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ എത്ര നഷ്ടം എടുത്തിട്ടാണ് എത്ര ലാഭം എടുക്കണ്ടേ എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതിനെയാണ് ഈ റിസ്ക് ടു റിവാർഡ് റേഷ്യോ എന്ന് പറയുക. അതായത് നമ്മളിപ്പോൾ 1 രൂപ ലോസ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ 2 രൂപ പ്രോഫിറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ട്രേഡിൽ എൻ്റർ ആവുള്ളൂ. അപ്പോൾ റിസ്ക് ടു റിവാർഡ് റേഷ്യോ പ്രോപ്പർ ആക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇത്
മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ തന്നെ വേണം ട്രേഡിംഗ് സൈക്കോളജി. അതാണ് ട്രേഡിങ്ങിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ട്. അതാണ് സൈക്കോളജി പ്രോപ്പർ ആക്കി എടുക്കുക എന്നുള്ളത്. അത് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ 90% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. 90 അല്ല 99% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ട്രേഡിങ്ങിൽ നിങ്ങൾ വിജയിച്ചു 99%. ബാക്കി 1% വിജയിക്കണമെങ്കിൽ പിന്നെ അറിവാണ് വേണ്ടത്. അത് പഠിച്ചെടുക്കാം. ഓക്കെ, ഈ റിസ്ക് പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പകുതി നമ്മൾ കോൺഫിഡൻ്റ് ആയി. പകുതി കോൺഫിഡൻ്റ് ആയാൽ തന്നെ നമ്മുടെ സൈക്കോളജി പകുതി ഓക്കെ ആയി. പകുതിയല്ല, മുക്കാലും ഓക്കെ. റിസ്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പകുതി മുക്കാലും നമ്മൾ ഓക്കെ. കാരണം റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താഴോട്ട് വന്നാലും നമ്മളൊരു നഷ്ടം ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത്രയല്ലേ നഷ്ടം പോവുള്ളൂ എന്ന് നമുക്ക് അറിയുമെങ്കിൽ നമ്മൾ കൂളായിട്ട് ട്രേഡ് എടുക്കും, വലിയ പ്രശ്നം വരില്ല. പക്ഷേ റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ അല്ലെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജിയെ വർക്കാവില്ല. ട്രേഡിംഗ് സൈക്കോളജി വർക്കാവില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ട്രേഡ് അത് ലോസിൽ അവസാനിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനെ കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പൊ ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലെല്ലാം നോക്കാം. സ്കെയിലിംഗ് അപ്പ് എന്ന് പറഞ്ഞത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. സ്കെയിലിംഗ് അപ്പ് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് നമ്മളിപ്പോ ഒരു ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വാണ്ടിറ്റി നേരെ 1000 ക്വാണ്ടിറ്റിക്ക് അല്ല ട്രേഡ് ചെയ്യേണ്ടത്. ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് 10 ക്വാണ്ടിറ്റി ആക്കണം, 100 ക്വാണ്ടിറ്റി ആക്കണം, അതിനെ 500 ആക്കണം, 1000 ആക്കണം. അങ്ങനെയാണ് നമ്മൾ പോവുക. ഓക്കെ, 1000 രൂപ ഇട്ട് ട്രേഡ് ചെയ്തിട്ട് നേരെ 50,000 രൂപ 1,00,000 ഇട്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല. അതിനൊക്കെ കുറച്ച് രീതികളുണ്ട് ചെയ്യുന്നതിന്. അപ്പൊ അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പക്കയാക്കുകയാണെങ്കിൽ ട്രേഡിങ്ങിൽ നിങ്ങൾ 95% വിജയിച്ചു. അതിന് ഞാൻ ഗ്യാരണ്ടി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആക്കുകയാണ്. ഈ ട്രേഡിംഗ് സൈക്കോളജി, പ്രത്യേകിച്ച് ട്രേഡിംഗ് സൈക്കോളജിയും റിസ്ക് മാനേജ്മെന്റും നിങ്ങൾ പക്കയാക്കി കഴിഞ്ഞാൽ ഇത് പഠിക്കേണ്ട കാര്യങ്ങളല്ല. ഈ റിസ്ക് മാനേജ്മെന്റും ട്രേഡിംഗ് സൈക്കോളജിയും നമ്മൾ പഠിക്കേണ്ടതല്ല, അത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഡിസിപ്ലിനോട് കൂടിയിട്ട് നമ്മൾ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു സംഭവമാണ്. ഇത് നിങ്ങൾ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ 95% ട്രേഡിങ്ങിൽ വിജയിച്ചു. അതിന് ഞാൻ ഗ്യാരണ്ടി. ബാക്കി 5% അത്യാവശ്യം ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ട്രേഡിങ് ഈസിയാണ്, പക്ഷെ സൈക്കോളജി കീപ്പ് ചെയ്യുന്നതാണ് ബുദ്ധിമുട്ട്. ഈ സൈക്കോളജി പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്താൽ മതി. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ. വരും വീഡിയോസിൽ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ തൊട്ടിട്ട് തന്നെ കാണുകയാണെങ്കിൽ ബിഗിനിങ് തൊട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ലേണിംഗ് സീരീസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.